നയൻതാര ധനുഷ് കോപ്പിറൈറ്റ് ഇഷ്യൂ. അവ ഫേസ് അഡഡഡഡഡ, അവ ഷേപ്പ് അപ്പപ്പപ്പപ്പോ, മൊത്തത്തിലെ അയ്യോ ഇഴുക്കുത്. അങ്ങനെ നയൻതാര വിഘ്നേഷും കൂടെ ഞാനും റൗഡി താൻ സെറ്റിൽ അങ്ങ് സെറ്റാകുന്നു. പിന്നീട് അവർ കല്യാണത്തിലേക്ക് വരുന്നു. പക്ഷേ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ, പൈസ മുടക്കുന്ന ആൾക്കറിയാം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പൈസ സമാഹരിക്കുന്നത് ഒരു സിനിമ ഇറക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ അധ്വാനമുണ്ട്. 1-2 ദിവസം നീണ്ടുപോയാൽ മതി, ഒരുപാട് പൈസ കയ്യിൽ നിന്ന് ഇറങ്ങും. ഇത് മാസങ്ങളോളമാണ് ഈ സിനിമ ഇറങ്ങാൻ വേണ്ടി ടൈം പിടിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നയൻതാര ചിരിച്ചുകൊണ്ടൊരു ക്ഷമ ചോദിച്ചു. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വിഘ്നേഷിന്റെ നയൻതാരയുടെയും കല്യാണം ഏകദേശം അടുക്കുന്നു. അതിന്റെ ഡോക്യുമെന്ററി 25 കോടിക്ക് നെറ്റ്ഫ്ലിക്സിന് കൊടുക്കുന്നു. അങ്ങനെ ഞാനും റൗഡി താൻ സെറ്റിനകത്ത് ഒരു 3 സെക്കൻഡ് വീഡിയോ അതിനുവേണ്ടി അവർ കൊടുത്തപ്പോൾ, നേരത്തെ ഇത് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നയൻതാര നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു. റിയാക്ട് ചെയ്യാൻ ധനുഷ് നിന്നില്ല. നിലവിൽ ഇപ്പോൾ ധനുഷ് റിയാക്ട് ചെയ്തു. ഔട്ട് ഇറങ്ങാറായപ്പോൾ ഏകദേശം 10 കോടി രൂപയാണ് ക്ലെയിം ചോദിച്ചേക്കുന്നത്. അത് കംപ്ലീറ്റ് റൈറ്റും ധനുഷിൻ്റെ ഭാഗത്താണ്. കാരണം പുള്ളിയാണ് A to Z പ്രൊഡ്യൂസർ. പിന്നെ പുള്ളിക്ക് ഇത് ക്ലെയിം ചെയ്യാം. കാരണം പുള്ളിയുടെ ടൈമും പൈസയുമാണ് അവിടെ സ്പെൻഡ് ആയേക്കുന്നത്. നയൻതാരയ്ക്ക് ഒരു ഉപകാരമുണ്ട്. 10 കോടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം രാവിലെ 99 കോടി ആൾക്കാരായിരുന്നു ഇതിൻ്റെ അകത്തെ പാട്ട് കണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കമൻറ്റ് വന്നേക്കുന്നത് ധനുഷ് നയൻതാര കോപ്പിറൈറ്റ് ഇഷ്യൂവിന് ശേഷം ഇത് കണ്ടവരുണ്ടോ എന്നാണ്.